I know the plight of the ASHA workers of Kerala. കേരളത്തിലെ ആശാ വർക്കർമാരുടെ വിധി ദുരിതം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. One of my tours over here, I met a number of them together and we had a long discussion. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേയധികം ആശാ വർക്കർമാരെ കാണുകയും അവരോട് ദീർഘനേരം ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. They are proud, brave women. They performed heroic services for the community during COVID. അവർ വലിയ ഒരു കരുത്തുള്ള സ്ത്രീകളാണ്. അവർ വലിയ അഭിമാനികളായ സ്ത്രീകളാണ്. നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം പ്രവർത്തനം നടത്തിയത് അവരായിരുന്നു. And yet today they are protesting for their basic right. പക്ഷേ അപ്പോഴും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരികയാണ്. When one of them told me that in the beginning, when the ASHA worker program had begun, it used to be a voluntary thing. They could say we are free from so many hours to so many hours to work. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സ്കീം ആരംഭിച്ചപ്പോൾ അത് വെറും ഒരു വോളണ്ടറി ആയിട്ടുള്ള നമ്മൾ സന്നദ്ധ പ്രവർത്തനം പോലെയായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്ത് ചില മണിക്കൂറുകൾ മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു. They said to me that today they have to be available 24 hours a day, 7 days a week. അവർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവർക്ക് 24 മണിക്കൂറും ഒരാഴ്ചയിൽ 7 ദിവസവും അവർക്ക് പ്രവർത്തിക്കേണ്ട ചുമതലയുണ്ട്. Anytime they receive a call for some help, they have to go. എപ്പോൾ ഒരു ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് ഒരു സഹായത്തിന് വേണ്ടി ഒരു വിളി അവർക്ക് എത്തുന്നു, അപ്പോഴെല്ലാം അവർ പോവേണ്ടതായിട്ടുണ്ട്. So if they are asking for a reasonable raise in their honorarium, if they are simply asking that after years of working as an ASHA worker, give us at least 5 lakhs as a retirement amount, what is wrong with what they are asking? അങ്ങനെ ജോലി ചെയ്യുന്നവർ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അവർക്ക് അർഹിക്കുന്ന ഒരു ഓണറേറിയം ലഭിക്കണം, അതിന് വർധനവ് ലഭിക്കണമെന്ന് പറയുമ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു 5 ലക്ഷം രൂപ അവർ ഇത്രനാൾ ചെയ്ത സേവനത്തിന് ലഭിക്കണമെന്ന് പറയുമ്പോൾ അതിലെന്താണ് തെറ്റ്? Is it not their right? അത് അവരുടെ അവകാശമല്ലേ? So many of them told me, we are doing ASHA work, we come home, we look after our children, we look after the whole family, we have to still cook food, we have to clean our home, our work never stops. അവരിൽ പലരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ പുറത്തുള്ള എല്ലാ പണിയും ചെയ്യണം, അതിനുശേഷം വീട്ടിൽ വന്ന് വീട്ടിലെ പണികൾ ചെയ്യണം, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം, വീട് വൃത്തിയാക്കണം, ഞങ്ങൾ ഈ പണികളെല്ലാം ചെയ്യണം, ഞങ്ങളുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല. And yet they don't get the recognition that they deserve from the government. എന്നിട്ടും ഈ സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട അംഗീകാരം അവർക്ക് ലഭിക്കുന്നില്ല. In the same way, the LDF government pays 1600 rupees a month as welfare pension to over 62 lakh beneficiaries. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് സർക്കാർ 1600 രൂപ പെൻഷൻ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. But this pension is being politicized. പക്ഷേ ഈ പെൻഷനും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. It must be given on time. It cannot be given at the will of the government when it suits them, when the election is there, when it's not there, just because it suits the government. People depend on this pension. അവർക്ക് ആ പെൻഷൻ സമയത്ത് ലഭിക്കേണ്ടത് ആവശ്യമാണ്. സർക്കാരിന് തോന്നുമ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് അല്ല ഈ പെൻഷൻ കൊടുക്കേണ്ടത്. അവർക്ക് പെൻഷൻ കിട്ടേണ്ട സമയത്ത് ആ പെൻഷൻ ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട്.